താന്തോന്നിയുടെ പ്രണയം. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കോട്ടയം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലൂടെ നീണ്ടു നിവർന്നു കിടക്കുന്ന ആ കരിങ്കൽ പാത ചെന്ന് നിൽക്കുന്നത് ഒരു കൂറ്റൻ ഇരുമ്പ് ഗേറ്റിന് മുമ്പിലാണ്. ആ ഗേറ്റിലെ പിച്ചള പലകത്തിൽ പഴയ ലിപിയിൽ ഗാംഭീര്യത്തോടെ കൊത്തിവെച്ചിട്ടുണ്ട് കൊട്ടാരത്തിൽ തറവാട്. കോട്ടയത്തെ കാറ്റിന് പോലും ആ വഴിയിലെത്തുമ്പോൾ ഒരു പ്രത്യേക ഭയഭക്തി ബഹുമാനമാണ്. ആ മണ്ണിൽ ജീവിക്കുന്ന പാവങ്ങൾക്ക് ആ വീട് ഒരു ദേവാലയമാണ്. പക്ഷേ അതിർത്തിക്കപ്പുറമുള്ള ശത്രുക്കൾക്ക് അത് ചോര കുടിക്കുന്ന ചെകുത്താന്റെ തട്ടകമാണ്. അന്ന് ഞായറാഴ്ചയായിരുന്നു. ഇടവകപ്പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ആളുകൾ കൂട്ടം കൂട്ടമായി പിരിയുമ്പോഴും കൊട്ടാരത്തിൽ തറവാടിന്റെ വിശാലമായ വരാന്തയിൽ ഒരു കനത്ത നിശബ്ദ തളം കെട്ടി നിന്നിരുന്നു. വരാന്തയുടെ മധ്യഭാഗത്തായിട്ട് ആഡംബരമുള്ള ആ ഈസി ചെയറിൽ 77 വയസ്സുകാരനായ കൊട്ടാരത്തിൽ എബ്രഹാം ജോൺ ഇരിപ്പുണ്ട്. സിംഹം എത്ര വയസ്സായാലും കാട്ടിലെ രാജാവ് തന്നെയാണെന്ന് വിളിച്ചു വന്ന പ്രൗഢി ആ മുഖത്തുണ്ടായിരുന്നു. നന്നായി നരച്ച് ഇരുവശത്തേക്കും പിരിച്ചുവെച്ച കൊമ്പമീശയും ആ കണ്ണുകളിലെ നേരിയ ചുവപ്പും ആ മുഖത്തിനൊരു പരുക്കൻ ഭാവം നൽകി. കസേരയുടെ കൈപ്പിടിയിൽ അമർന്നിരിക്കുന്ന വലത് കൈത്തണ്ടയിൽ സ്വർണത്തിൽ മുക്കിയ കുരിശോടുകൂടിയ കനത്ത കൈച്ചെയിൻ വെയിലിൽ തിളങ്ങുന്നുണ്ട്. കസേരയ്ക്ക് ചാരി വെച്ചിരിക്കുകയാണ് സിംഹത്തിന്റെ തലമുദ്രയായി കൊത്തിയ ആ പഴയ ഊന്നുവടി. എന്താ ചായ വെച്ചിട്ട് ഒരുപാട് നേരായി, തണുത്തുപോയില്ലേ? എന്താ ഇത്ര വലിയൊരു ആലോചന? കിച്ചണിൽ നിന്നും സ്നേഹം നിറഞ്ഞ ശബ്ദത്തോടെ ആവി പറക്കുന്ന ചായക്കപ്പുമായി വന്ന് അബ്രഹാം ജോണിന്റെ ഭാര്യ എലിസബത്ത് ജോൺ ആയിരുന്നു. ആ തറവാട്ടിലെ കടുപ്പമുള്ള പുരുഷന്മാർക്കിടയിലെ ശാന്തതയുടെ പ്രതീകമാണ് അമ്മച്ചി. അപ്പച്ചൻ ഒന്നും മിണ്ടാതെ കണ്ണുകൾ തുറന്ന് ചായക്കപ്പ് കയ്യിലെടുത്തു. ഒരു സിപ്പ് കുടിച്ച ശേഷം പരിക്കൻ ശബ്ദത്തിൽ പറഞ്ഞു, ഒന്നുമില്ലടി എൽസാഗോച്ചേ, പള്ളിയിൽ വെച്ച് തോമാച്ചൻ ചിലത് പറയുന്നു കേട്ടു. അതിർത്തിയിൽ പുലിക്കാട്ടുകാർ വീണ്ടും കുഴപ്പങ്ങൾക്ക് വഴിയിടുന്നുണ്ടെന്ന്. എബ്രഹാം ജോസഫ് മരിച്ചെങ്കിലും അവന്റെ മകൻ ഫെലിക്സിന് അടക്കൊതുക്കവും വന്നിട്ടില്ല. പഴയ പകയും മനസ്സിൽ വെച്ചുകൊണ്ട് അവന്റെ നടപ്പ്. എൽസാമച്ചി ഒരു നെടുവീർപ്പോടെ നെഞ്ചിൽ കൈവച്ചു. കർത്താവേ, ആ കുടിപ്പക ഇനിയും തീർന്നില്ലേ? നമ്മുടെ ചെറുക്കിന് ഇതൊന്നും അറിയാണ്ടിരുന്നാ മതിയായിരുന്നു. അവൻ ഇറങ്ങിയാ പിന്നെ കോട്ടയം നഗരം താങ്ങില്ല. അപ്പോഴാണ് അകത്തുനിന്ന് കോളേജ് ബാഗും തോളിലിട്ട് തിടുക്കത്തിൽ ആൻമരിയെ ഇറങ്ങി വന്നു. സെന്റ് തോമസ് കോളേജിലെ സെക്കൻഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ആൻമരിയെ പതുക്കെ പോടി, വല്ലതും കഴിച്ചിട്ട് പൊക്കൂടെ മോളെ? എൽസാമച്ചി വിളിച്ചു ചോദിച്ചു. അയ്യോ അമ്മച്ചി, ടൈമില്ല, പോയച്ചു വരാപ്പച്ച. ഫ്രണ്ട്സ് കവലയിൽ വെയിറ്റ് ചെയ്യാം, വൈകും. ആൻമരി ഓടി വന്ന അപ്പച്ചന്റെ കൗളിൽ ഒരു ഉമ്മ കൊടുത്തു. ആ കടുപ്പക്കാരനായ സിംഹത്തിന്റെ മുഖത്ത് ഒരു ചെറിയ ചിരി വിരിഞ്ഞ ആ നിമിഷം മാത്രമാണ്. ഡേവിഡിന്റെ ജീവനാണ് അവന്റെ ഈ അനിയത്തിക്കുട്ടി. ആൾ മുറ്റത്തേക്ക് ഇറങ്ങി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും റബ്ബർ തോട്ടത്തിന്റെ വന്യതയെ കീറി മുറിച്ചുകൊണ്ട് ഒരു വന്യമൃഗത്തിന്റെ അരച്ചു പോലെ ആ ശബ്ദം കേട്ടു. ഒരു ബ്ലാക്ക് കളർ മഹീന്ദ്ര താർ ജീപ്പ് അലറി ചീറി മുറ്റത്തേക്ക് ഇരച്ചു കയറി വന്നു നിന്നു. ടയറുകൾ മണ്ണിൽ അമർന്നുരഞ്ഞ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ മുറ്റത്തെ ചരൽക്കല്ലുകൾ നാലുപാടും തെറിച്ചുപോയി. വണ്ടിയുടെ എഞ്ചിൻ ഓഫായെങ്കിലും അതിന്റെ ഗാംഭീര്യ ആ മുറ്റത്തപ്പോഴും ബാക്കി നിന്നു. താറിന്റെ കതക് തുറന്നു. കനത്ത ലെതർ ബൂട്ട്സ് ധരിച്ച ഒരു കരിങ്കൽ പോലുള്ള കാൽപാദമായിരുന്നു ആദ്യം ആ മണ്ണിലേക്ക് പതിഞ്ഞത്. വണ്ടിയിൽ നിന്നും കട്ട പ്രൗഢിയോടെ അവൻ പുറത്തേക്ക് ഇറങ്ങി. കഴുത്തിൽ കിടന്ന സ്വർണ്ണക്കുരിശോടുകൂടിയ കൊന്ത വെയിലിൽ തിളങ്ങി നിന്നു. ഷർട്ടിന്റെ കൈകൾ മുകളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നു. ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. അപ്പച്ചൻ എബ്രഹാം ജോൺ എന്ന സിംഹത്തിന്റെ ഒരേ ഒരു മകൻ. നാട്ടിലെ പാവങ്ങൾക്ക് അവൻ ദൈവമാണ്. പക്ഷേ കൊട്ടാരത്തിൽ തറവാടിന്റെ അതിർത്തി കടന്ന് ചൊറിയാൻ വരുന്ന ശത്രുക്കൾക്ക് അവൻ ജീവനെടുക്കുന്ന ചെകുത്താനാണ്. അപ്പച്ചൻ നിർത്തിയെടുത്തുന്ന ഈ സാമ്രാജ്യം ഇനി ഭരിക്കാൻ പോകുന്ന പുതിയ രാജാവ്. ഡേവിഡ് നേരെ നടന്ന് വരാന്തയിലേക്ക് കയറി അപ്പച്ചന്റെ മുന്നിലേക്ക് വന്ന് നിന്നു. എവിടെ പോയതാടാ ഈ രാവിലത്തെ കുർബാനക്ക് പോലും വരാതെ? അപ്പച്ചൻ ചായക്കപ്പ് വശത്തേക്ക് വെച്ച് തന്റെ പരിക്കൻ ശബ്ദത്തിൽ ചോദിച്ചു. ഡേവിഡ് കഴുത്തിലെ കൊന്തയെടുത്ത് പതുക്കെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് ശാന്തമായി മറുപടി പറഞ്ഞു. അത് പള്ളിയിലെ കവലയിലെ തോമാച്ചൻ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പച്ച. പുലിക്കാടിലെ ഫെലിക്സും ആൾക്കാരും നമ്മുടെ അതിലെ റബ്ബർ വെട്ട ആളുകളെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് തീർത്തു വരാൻ കുറച്ച് വൈകി, അത്രയേ ഉള്ളൂ. കർത്താവേ, നീ വീണ്ടും ആ പുലിക്കാട്ടുകാരായിട്ട് വഴക്കിന് പോയ ഡേവിഡെ, അവർക്ക് എന്താ വേണ്ട? നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലോ പറയടാ. ഡേവിഡ് അമ്മച്ചിയെ നോക്കിയൊന്ന് പാവത്താനെ പോലെ പുഞ്ചിരിച്ചു. എനിക്ക് എന്ത് പറ്റാൻ അമ്മച്ചി? അവന്മാരല്ലേ വന്നവരൊക്കെ ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട്. ശേഷം അവൻ അപ്പച്ചന്റെ കനത്ത കണ്ണുകളിലേക്ക് നോക്കി കടുപ്പത്തിൽ പറഞ്ഞു. കൊട്ടാരത്തിൽ തറവാടിന്റെ മണ്ണിലേക്ക് ഇനിയൊരു പുലിക്കോട്ടുകാരനെയും കാൽപാദം വീഴില്ല. അപ്പച്ചൻ ഈസി ചെയറിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. 77-ാം വയസ്സിലും ആ ശരീരത്തിന്റെ വലിപ്പം കുറഞ്ഞിരുന്നില്ല. ഊന്നുവടി തറയിൽ ശക്തമായി കുത്തിക്കൊണ്ട് അപ്പച്ചൻ ഡേവിഡിന്റെ തോളിൽ കൈവച്ചു. ആ കൈകളിൽ തലമുറകളുടെ സ്നേഹവും അതേസമയം ഒരു താക്കീതുണ്ടായിരുന്നു. പുലിക്കാട്ടിൽ എബ്രഹാം ജോസഫ് എന്ന പ്രമാണിയുടെ ചോരക്ക് എപ്പോഴും ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അത് പണ്ടേ ഞാൻ ഈ വടി കൊണ്ട് ഒതുക്കി നിർത്തിയതാ. അതിപ്പോ അവന്റെ മകൻ ഫെലിക്സിലൂടെ വീണ്ടും പൊട്ടിമുളക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തിയ ശേഷം നീ അത് അവിടെ വെച്ച് തന്നെ അറുത്തുമാറ്റണം ഡേവിഡേ. സിംഹത്തിന്റെ തട്ടകത്തിൽ വന്ന് കയറാൻ ഒരു പുലിക്കാട്ടുകാരനെ അനുവദിക്കരുത്.
തറവാടിന്റെ പ്രൗഢി അത് നിന്റെ കൈകളിലാ. ഡേവിന്റെ കണ്ണുകളിൽ തീപ്പൊരി മിന്നി പറഞ്ഞു. അവൻ അപ്പച്ചന്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പച്ചൻ അത് എന്നോട് പറയണോ? കളി അവർ തുടങ്ങിയെങ്കിലേ അത് അവസാനിപ്പിക്കുന്ന കൊട്ടാരത്തിൽ ഡേവിഡ് ജോൺ ആയിരിക്കും. അതിനി ഫെലിക്സ് ആയാലും ശരി, അവന്റെ അപ്പനായാലും ശരി. പെട്ടെന്ന് മുറ്റത്തുനിന്നൊരു വല്ലാത്ത ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. കയ്യിലൊരു പഴയ പ്ലാസ്റ്റിക് ബക്കറ്റും തൂക്കി ശ്വാസം കിട്ടാതെ ഓടിക്കയറിയാണ് ചാക്കോച്ചൻ. പുറകെ കലിപ്പിൽ നടന്നു വരുന്ന അനന്തനും. ഡേവിച്ച, വലിയൊരു പ്രശ്നമുണ്ട്, വലിയൊരു വിനാശം നടക്കാൻ പോകുന്നു. ചാക്കോച്ചൻ കിതച്ചുകൊണ്ട് വായിൽ തോന്നി വിളിച്ചു പറഞ്ഞു. അവൻ പുഞ്ചിരിയോട് ചോദിച്ചു, എന്താണാ ചാക്കോച്ചൻ ഈ രാവിലെ തന്നെ? നീ എന്തിനാടാ ഈ ബക്കറ്റും തൂക്കി ഓടുന്നു? തറവാട്ടിലെ കിണർ പറ്റിയോ? അനന്തൻ പുറകിൽ വന്ന് ചാക്കോച്ചന്റെ തലക്കൊന്ന് കനത്തിൽ കൊടുത്തു. അപ്പച്ചനും അമ്മച്ചും നിൽക്കുമ്പോൾ അവൻ്റെ ഒരു കോമാളിത്തരം. എടാ ഇവിടെ വഴി കിടന്ന് ആരെയോ ബക്കറ്റ് കൊണ്ട് ഫെലിക്സിന്റെ ആൾക്കാർ ബോംബ് വെച്ചാണെന്ന് പറഞ്ഞ് പേടിച്ചെടുത്തോണ്ട് ഓടി വന്ന ഈ മണ്ടൻ നാട്ടുകാർക്ക് ഇവനെ കല്ലെടുത്തെറിയാൻ നോക്കുന്നുണ്ട്. ചാക്കോച്ചൻ തലതിരുമ്പി തലയിൽ കൈവച്ചു. അല്ലളിയ, ജാഗ്രത വേണല്ലോ. ബോംബ് അല്ലെങ്കിൽ ഇതുപോലെ നിധിയാണെങ്കിലോ? അതവിടെ കിട്ടെ, കാര്യതല്ല. ചാക്കോച്ചൻ തന്റെ കൈകൾ വീശി മുഖം പെട്ടെന്ന് ഗൗരവത്തിലാക്കി. അവൻ ഡേവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പുലിക്കാടിൽ തറവാട്ടിൽ ആ വലിയ രാജകുമാരില്ലേ, നമ്മളെ സെറീനെ കൊച്ചി ഇപ്പോൾ ടൗണിലെ സെൻട്രൽ ബാങ്കിൽ വന്നിട്ടുണ്ട്. അവളുടെ കയ്യിൽ തറവാട്ടിൽ എന്തോ ആധാരങ്ങളോ പേപ്പറോ ഉണ്ടെന്നാ തോന്നുന്നത്. പക്ഷെ അവളുടെ പുറകെ ഫെലിക്സിന്റെ വിശ്വസ്തരായ 2 ഗുണ്ടകൾ കയറിയിട്ടുണ്ട്. ബാങ്കിൽ വെച്ച് അവരവളെ തടഞ്ഞു വെച്ചേക്കാണെന്നാ എനിക്ക് കിട്ടിയ വിവരം. സെറീന എന്ന പേര് കാതുകളിൽ വീണതും ഡേവിഡിന്റെ ഉള്ളിൽ ഒരു വലിയ മിന്നൽ പാഞ്ഞുപോയി. അതുവരെ മുഖത്തുണ്ടായിരുന്ന ശാന്തതയും പുഞ്ചിരിയും പാടെ അപ്രത്യക്ഷമായി. കണ്ണുകളിൽ തീവ്രമായ വേദനയും ഒപ്പം ചോരയിറങ്ങിയതുപോലെയുള്ള ദേഷ്യം വിരച്ചു കയറി. അവളുടെ ആ ഓർമ്മകൾ അവന്റെ നെഞ്ചിലൊരു കനലായി ഇപ്പോഴും കിടപ്പുണ്ടായിരുന്നു. ഒരുപാട് സ്നേഹിച്ച പെണ്ണാണ്. 2 കുടുംബങ്ങളുടെ പകക്ക് നടുവിൽ പെട്ടുപോയവൾ സെറീന. ഡേവിഡ് പതുക്കെ ആരും കേൾക്കാതെ ശബ്ദത്തിൽ ആ പേര് മന്ത്രിച്ചു. അതേ ഡേവിച്ച, ഈ ചൈന പഴയ സെറീന ഫിലിപ്പന്നെ. ഇങ്ങനെ നോക്കിൽ കാവയാൻ താറിന്റെ കീഴെടുത്തേ. ആൾക്ക് വല്ലതും പറ്റുന്നതിന് മുമ്പേ നമുക്ക് വെച്ചു പിടിക്കാം. എന്റെ ബക്കറ്റ് ഞാനിവിടെ വെച്ചേക്കാം. ചാക്കോച്ചൻ ആവേശത്തോടെ പറഞ്ഞു. അത് കേട്ടതും ഡേവിഡ് ഒന്ന് മാത്രം പറഞ്ഞു. അവന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ കലിപ്പറഞ്ഞിരുന്നു. ആനന്ദാ, വണ്ടിയെടുക്ക്. ഡേവിഡ് തിരിഞ്ഞ് താറിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അപ്പച്ചന്റെ ശബ്ദം പുറകിൽ നിന്ന് ഉയർന്നു. ഡേവിഡേ, സൂക്ഷിക്കണം. നീ കൊട്ടാരത്തിൽ എബ്രഹാം ജോണിന്റെ മകനാണെന്ന് ഓർമ്മ വേണം. ആ പഴയ സിംഹം ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റൊരു നിമിഷം അവൻ തിരിഞ്ഞു നോക്കാതെ കൈയുയർത്തി കാണിച്ചു. കോട്ടയത്തിന്റെ മണ്ണിൽ ചതുരംഗ പലക ഒരുങ്ങിക്കഴിഞ്ഞു. രാജാവ് തന്റെ രാജ്ഞിയെ തേടി ഇറങ്ങാൻ പോവുകയാണ്. ലക്ഷ്യം ഒന്ന് മാത്രം, സെറീന. കോട്ടയം ടൗണിൽ ഉച്ചവെയിലിന് കടുപ്പം കൂടി വരികയായിരുന്നു. നഗരഹൃദയത്തുള്ള സെൻട്രൽ ബാങ്കിന്റെ വിശാലമായ ഹാളിനുള്ളിൽ പക്ഷേ വെയിലിനേക്കാൾ കനത്ത അന്തരീക്ഷമാണ് നിലനിന്നിരുന്നത്. ബാങ്കിലെ മാനേജറുടെ ക്യാബിന് തൊട്ടുമുമ്പിലായി ഭയവും അതേസമയം ഒട്ടും വിട്ടുകൊടുക്കാത്ത ആത്മവിശ്വാസം നിറഞ്ഞ മുഖത്തോടെ അവൾ നിന്നിരുന്നു. സെറീന ഫിലിപ്പ്. കണ്ണുകളിൽ നിലാവെളിച്ചമുള്ള ആരെയും ആകർഷിക്കുന്ന രൂപമാണെങ്കിലും അവളുടെ മുഖത്ത് ഇപ്പോൾ ഒരു തളർച്ചയുണ്ടായിരുന്നു. കൈകളുടെ തുകൽ ബാഗുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ പുലിക്കാട്ടിൽ തറവാടിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ചില ആധാരങ്ങളുണ്ട്. ഫെലിക്സ് അറിയാതെ തറവാട്ടിലെ പാവങ്ങളായ തൊഴിലാളികൾ കൊടുക്കാനുള്ള പണം റിലീസ് ചെയ്യാനാണ് ആൾ ബാങ്കിലെത്തിയത്. പക്ഷേ ക്യാബിന്റെ വാതിൽക്കൽ തടസ്സമായി 2 കൂറ്റൻ ശരീരങ്ങൾ വന്ന് നിന്നു. പുലിക്കാട്ടിൽ ഫെലിക്സിന്റെ വിശ്വസ്തരായ ഗുണ്ടകൾ, സണ്ണിയും കൂട്ടാളി കരിമ്പൻ ജോണിയും. വഴിമാറി സണ്ണി, ഞാൻ ഇച്ചാനോട് സംസാരിച്ചോളാം, നീ എന്റെ വഴിയിൽ തടസ്സം നിൽക്കണ്ട. സെറീന ഉറച്ച ശബ്ദത്തിൽ ധൈര്യം സംഭരിച്ച് പറഞ്ഞു. സണ്ണി കയ്യിൽ നിന്ന് സിഗരറ്റ് ലൈറ്റർ വെറുതെ കളിപ്പിച്ചുകൊണ്ട് ക്രൂരമായി ചിരിച്ചു. ഫെലിക്സ് മുതലാളി അറിയാതെ സെറീനെ കുറിച്ച് ഈ ആധാരവും കൊണ്ട് ബാങ്കിൽ കയറിയ അത് ചോദിക്കാൻ ഈ സണ്ണി വരും. ആധാരം മര്യാദയ്ക്ക് ഇങ്ങോട്ട് തന്നേച്ച് വണ്ടിയേരിക്ക കൊച്ചേ. തറവാട്ട് കാര്യങ്ങളിൽ പെണ്ണുങ്ങൾ ഇടപെടണ്ട. ബാങ്കിലെ ജീവനക്കാരും നാട്ടുകാരും ഭയത്തോടെ മാറി നിൽക്കുകയാണ്. കോട്ടയത്ത് പുലിക്കാട്ടുകാരോട് കളിക്കാൻ ആർക്കും ധൈര്യമില്ല. സണ്ണി സെറീനയുടെ കയ്യിലെ ബാഗിലേക്ക് ബലമായി കൈവെക്കാനാഞ്ഞു. സെറീന കണ്ണുകൾ ഭയത്തോടെ അടച്ചു. പെട്ടെന്ന് ബാങ്കിന്റെ ഗ്ലാസ് ഡോറുകളൊന്ന് ആ കുലുങ്ങിയ വിധം പുറത്തൊരു വൻ ശബ്ദം കേട്ടു. ബാങ്കിന്റെ പോർച്ചിലെ ടൈലുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തോടെ കറുത്ത മഹീന്ദ്ര താർ ജീപ്പ് വന്ന് ബ്രേക്കിട്ട് നിന്നു. വണ്ടിയുടെ മുൻഭാഗം ബാങ്കിന്റെ മെയിൻ എൻട്രൻസിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്ന്. മുറ്റത്തെ പുകപടലങ്ങൾക്കിടയിലൂടെ താറിന്റെ ഡോർ തുറന്ന് ആനന്ദനാദ്യം പുറത്തിറങ്ങി. തൊട്ടു പിന്നാലെ സീറ്റിൽ നിന്ന് ചാക്കോച്ചൻ കയ്യിൽ ഇരുമ്പ് പൈപ്പ് പിടിച്ച് ചാടിയിറങ്ങി. എടാനെന്താ, ബാങ്കിന്റെ ലോൺ അടക്കാമെന്നാണെന്ന് തോന്നരുത്. കട്ട ലോക്കൽ ഫൈറ്റിനാണോ വന്ന് നീ നിൽപ്പ് കണ്ടാലറിയണം. എന്റെ ലുക്കൊക്കെ കറക്റ്റ് അല്ലേ? ചാക്കോച്ചൻ പൈപ്പ് ചുഴറ്റി തഗ് വൈബിൽ ചോദിച്ചു. ആനന്ദൻ അവനെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞു. മിണ്ടാതെ കൂടവണ ചാക്കോച്ച. താറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പതുക്കെ അവൻ പുറത്തേക്ക് ഇറങ്ങി. ഷർട്ടിന് 2 ബട്ടൺസ് തുറന്നിട്ടിരിക്കുന്നു. കൈമടക്കുകൾ കനപ്പിൽ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ആ മുഖത്തെ ഗാംഭീര്യം കണ്ടപ്പോൾ തന്നെ ബാങ്കിന്റെ സെക്യൂരിറ്റി ഗാർഡ് പതുക്കെ സല്യൂട്ട് അടിച്ച് മാറി നിന്നു. ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ? ഡേവിഡ് നേരെ ബാങ്കിനുള്ളിലേക്ക് നടന്നു കയറി. അവന്റെ ബൂട്ട്സിന്റെ കനത്ത ശബ്ദം ബാങ്കിന്റെ മാർബിൾ തറയിൽ മുഴങ്ങി കേട്ടു. അവനെ കണ്ടതും സെറീനയുടെ കണ്ണുകൾ വിരിഞ്ഞതൊരു വല്ലാത്ത ആശ്വാസമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രാണനെ വീണ്ടും മുന്നിൽ കാണുകയാണ്. അവൾ പതുക്കെ മന്ത്രിച്ചു. ഡേവിഡ്.
സണ്ണി തിരിഞ്ഞു നോക്കി. ഡേവിഡിനെ കണ്ടത് അവന്റെ മുഖത്തൊരു ഭയം മിന്നി പറഞ്ഞെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. എന്താണ് ഇവിടെ കൊട്ടാരത്തുകാർക്ക് ഇപ്പൊ ബാങ്കിലെ കാര്യങ്ങളോട് ഇടപെടണമെന്നുണ്ടോ? സണ്ണി കടുപ്പത്തിൽ ചോദിച്ചു. ഡേവിഡൊന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ നടന്ന് സെറീനയുടെയും സണ്ണിയുടെയും നടുവിലേക്ക് വന്നിരുന്നു. എന്നിട്ട് സെറീനയെ നോക്കി വളരെ ശാന്തമായി പ്രണയം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, നിന്നവന്മാര് വല്ലതും പറഞ്ഞോ സെറീന? സെറീന ഇല്ലെന്ന് തലയാട്ടി. ഡേവിഡ് പതുക്കെ സണ്ണിയുടെ നേരെ തിരിഞ്ഞു. അവന്റെ മുഖത്തെ ശാന്തത മാറി അവിടെ കലിപ്പ് നിറഞ്ഞു. അവൻ പതുക്കെ തന്റെ ഷർട്ടിനുള്ളിൽ കിടന്ന സ്വർണ്ണ കുരിശുള്ള കനത്ത കൊന്ത പുറത്തേക്ക് എടുത്തു. ആ കൊന്ത വിരലുകളിൽ ചുറ്റിപ്പിടിച്ചോണം സണ്ണിയുടെ കണ്ണുകളിലേക്ക് വിരൽ ചൂണ്ടി ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ പറഞ്ഞു, ബാങ്കിന്റെ ഉള്ളിൽ വെച്ച് പെണ്ണുങ്ങളുടെ മേത്ത് കൈവെക്കാൻ നോക്കുന്നടാ പുലിക്കാട്ടിന്റെ ഗുണ്ടകളെ. സണ്ണി ധൈര്യം സംഭരിച്ച് അലറി. ഏത് പുലിക്കാട്ടിൽ ഫെലിക്സിന്റെ കാര്യാടാ? ഫെലിക്സ് പോയി അവന്റെ അപ്പന്റെ കല്ലറയിൽ ചോദിക്കട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സെക്കൻഡിൽ ഡേവിഡ് സണ്ണിയുടെ നെഞ്ചിലേക്ക് ഒറ്റ ചവിട്ട്. കരിങ്കല്ലിൽ തറയിലടിക്കുന്ന ശബ്ദത്തോടെ സണ്ണി ബാങ്കിന്റെ വശത്തെ ഗ്ലാസ് കൗണ്ടറിലേക്ക് തെറിച്ചു വീണു. ഗ്ലാസുകൾ തകർന്ന് തരിപ്പണമായി. കരിമ്പൻ ജോണി ഡേവിഡിന് നേരെ ആഞ്ഞു വന്നു. പുറകിൽ നിന്ന് അനന്തരം അവന്റെ കൈ തിരിച്ചു പിടിച്ച് മുഖത്തിനിട്ട് കനത്ത 2 പഞ്ച് കൊടുത്തു. അയ്യാ, എന്റെ ബാങ്ക്, എന്റെ മാനേജർ കസേര എന്ന് പറഞ്ഞ് ചാക്കോച്ചൻ വശത്തിരുന്ന ഒരു കസേര എടുത്ത് ബാക്കി വന്ന ഗുണ്ടകൾ തറയിടിച്ച് പൊട്ടിച്ചു. ഡേവിച്ചാ, ബാങ്ക് ഗോളടിക്കാൻ വന്നാണെന്ന് നാട്ടുകാർ വിചാരിക്കോ, വേഗം തീർക്ക്. ചാക്കോച്ചൻ കോമഡി പടച്ചുകൊണ്ട് ഫൈറ്റിനിടയിൽ തകർത്തു. 1 മിനിറ്റിൽ താഴെ സമയം ബാങ്കിന്റെ ഹാള് ഒരു യുദ്ധക്കളമായി മാറി. ഫെലിക്സിന്റെ ഗുണ്ടകൾ ചോരയൊലിപ്പിച്ച് തറയിൽ കിടന്ന് പിടഞ്ഞു. ഡേവിഡ് പതുക്കെ സെറീനയുടെ കൈകളിൽ പിടിച്ചു. ആ സ്പർശനത്തിൽ വർഷങ്ങളുടെ പ്രണയത്തിന്റെ ചൂടുണ്ടായിരുന്നു. വാ, അവൻ അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ബാങ്കിന്റെ മെയിൻ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ ചോര തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്ന സണ്ണി പുറകിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഡേവിഡേ, നീ ഇതിനും വലിയ വില കൊടുക്കേണ്ടി വരും. പുലിക്കാട്ടിൽ ഫെലിക്സ് നിന്നെ വെറുതെ വിടില്ല. കോട്ടയത്തിന്റെ മണ്ണിൽ വെച്ച് തന്നെ നിന്നെ അവൻ തീർക്കും. ഡേവിഡ് നടത്തം നിർത്തി പതുക്കെ തിരിഞ്ഞു. കാറ്റ് അവന്റെ മുടിയകളെ ഉലച്ചു. അവൻ കഴുത്തിൽ ആ സ്വർണ്ണക്കുരിശുള്ള കൊന്തയിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. എന്നിട്ട് കോട്ടയം നഗരം മുഴുവൻ കേൾക്കുമാറ് താൻ തോന്നിയില്ല കൊച്ചു കുഞ്ഞിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തന്നെ ആ മാസ്റ്റർ പീസ് സിഗ്നേച്ചർ മാസ് ഡയലോഗ് ആ നിൽക്കുന്ന കാഴ്ചക്കാരുടെ നെഞ്ചിലേക്ക് തൊടുത്തുവിട്ടു. എടാ സണ്ണി, പുലിക്കാട്ടിൽ ഫെലിക്സിനോട് ചെന്ന് പറഞ്ഞേക്ക്, കഴുത്തി കിടക്കുന്ന കൊന്ത അകത്തിട്ടാറേ ഞാൻ ദൈവത്തിന്റെ മകനാ. പക്ഷേ അതെടുത്ത് പുറത്തിട്ടാൽ ഞാൻ ശത്രുക്കളുടെ കാലനാ. കൊട്ടാരത്തിൽ ഡേവിഡ് ജോണിനോട് അടക്കാൻ നിൽക്കരുതെന്ന് നിന്റെ മുതലാളിയോട് ചെന്ന് പറയടാ. അടക്കാൻ വന്നാലേ അടച്ച് കയ്യെതിര് ഞാൻ. ഡേവിഡ് സെറീനെ താറിന്റെ മുൻസീറ്റിലിരുത്തി. ആനന്ദിനും ചാക്കോച്ചിനും പുറകിലേക്കും കയറുന്നതിൽ ചാക്കോച്ചൻ ഡേവിഡിനോട് പറഞ്ഞു, ഡേവിച്ച, ആ ഡയലോഗ് കട്ടലോ ഒക്കലായി പോയി കേട്ടോ. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത തവണ കാവലിൽ എനിക്ക് പറയാനാ പൊളിക്കും ഞാൻ. അത് കേട്ടതും ആനന്ദിനിടയിൽ കയറി, അത് വേണ്ടടാ, ഇപ്പൊ തന്നെ 2ാമത്തെ പ്രാവശ്യമായി. ഇതിനു മുമ്പ് ഈ ഡയലോഗ് കണ്ടുപിടിച്ച ഒരുത്തനുണ്ട്. അവനാളൊരു പുലിയാ. ദാ ഇപ്പൊ ഇവനും. ഇനി ഇതേ ഡയലോഗ് പറഞ്ഞാലേ ബോറാവും. ആനന്ദം പറഞ്ഞാൽ പിന്നെ ഒരു ചിരിയായിരുന്നു. ഡേവിഡ് ജീപ്പ് റിവേഴ്സ് എടുത്ത് വലിയൊരു പുകപടൽ ഉയർത്തിക്കൊണ്ട് ടൗണിലെ റോഡിലൂടെ പാഞ്ഞു പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.